Welcome to Classical Mechanics class for MSc, Classical Mechanics or Classical Physics, and today we see the topic called Lagrange bracket. Lagrange bracket. In the previous class we have studied the Poisson bracket, and today now we see what is called Lagrange bracket. Lagrange bracket in Classical Mechanics, MSc Physics topic. Lagrange bracket. So we can see at first the definition of Lagrange bracket. Consider a system with n generalized coordinates qi and n conjugate moment pi. You know, qi is the generalized position coordinate and pi is the generalized momentum coordinate, forming a two n-dimensional phase space. If we express these canonical variables as functions of two independent parameters u and v, that is, അതായത് നമ്മൾ ഒരു സിസ്റ്റം വിചാരിക്കുകയാണ്. അവിടെ ക്യു ഐ ആണ് പൊസിഷൻ കോർഡിനേറ്റ്, പി ഐ ആണ് മൊമെൻറ്റം കോർഡിനേറ്റ്. അതൊരു ടു എൻ ഡയമെൻഷണൽ ഫേസ് സ്പേസാണ്, ടു എൻ ഡയമെൻഷണൽ സ്പേസ്. എൻ പൊസിഷൻ കോർഡിനേറ്റ്, എൻ മൊമെൻറ്റം കോർഡിനേറ്റ്. അന്നേരം അത്തരം സ്പേസിനെ വിളിക്കുന്ന പേരാണ് ടു എൻ ഡയമെൻഷണൽ സ്പേസ്. അവിടെ അത്തരം ഫേസ് സ്പേസിൽ നമ്മൾ രണ്ട് ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റർ എടുക്കുകയാണ്. ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റർ യു ആൻഡ് വി. അങ്ങനെ എടുത്താൽ ലഗ്രാഞ്ച് ഇക്വേഷൻ എങ്ങനെ പറയാം? ഇവിടെ എന്താണ് ക്യു ഐ എന്ന് പറഞ്ഞാൽ? ക്യു ഐ ഈസ് എ ഫങ്ഷൻ ഓഫ് യു ആൻഡ് വി. ദാറ്റ് ഈസ് ക്യു ഐ ഈസ് ക്യു ഐ of u and v, and pi is pi of u and v. That is, qi and pi are functions of u and v, two independent variables that we have taken here. The Lagrange bracket of u and v is defined as, then the Lagrange bracket definition. Likewise, the Poisson bracket, the Lagrange bracket also we define. The definition of Lagrange bracket is that is a square bracket, it's not a brace, it's a square bracket. U, V, QP. U and V are functions of Q and V, or vice versa. That is UV, the Lagrange bracket QP. Sigma I is equal to 1 to n dqi by du into dpi by dv minus dqi by dv. dv is partial, so we can read as dou qi by dou u into dou pi by dou v minus dou qi by dou v minus dou pi by dou u. And this is the Lagrange bracket. That step is again repeated. The above step is again repeated. The subscripts QP. ആ ബ്രാക്കറ്റിന് പുറത്ത് നമ്മൾ ക്യു പി എന്ന് പറയുന്ന ഒരു സബ്സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്? The subscripts QP indicate that the bracket is taken with respect to the canonical coordinates QI, PI. അപ്പോൾ അവിടെ ആ സബ്സ്ക്രിപ്റ്റ് വരുന്നതിൻ്റെ കാരണം നമ്മൾ ഈ രണ്ട് ഫങ്ഷൻസും, രണ്ട് ഈ വേരിയബിൾസ് യു വി, അത് ക്യൂവിലും പിയിലും എടുത്തിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ലഗ്രാഞ്ച് ബ്രാക്കറ്റിനെ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത് ഫ്രീക്വൻ്റ്ലി ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്. കമ്പാരിസൺ ബിറ്റ്വീൻ പോയ്സൺ ബ്രാക്കറ്റ് ആൻഡ് ലഗ്രാഞ്ച് ബ്രാക്കറ്റ്. കമ്പാരിസൺ ബിറ്റ്വീൻ പോയ്സൺ ആൻഡ് ലഗ്രാഞ്ച് ബ്രാക്കറ്റ്സ്. പോയ്സൺ ബ്രാക്കറ്റ്സ് ആർ മോർ വൈഡ്ലി യൂസ്ഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പോയ്സൺ ബ്രാക്കറ്റാണ്, അല്ലാതെ ലഗ്രാഞ്ച് ബ്രാക്കറ്റ് അല്ല. അപ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ഉള്ളത് ലഗ്രാഞ്ച് ബ്രാക്കറ്റിൻ്റെ. പോയ്സൺ ബ്രാക്കറ്റ്സ് ആർ മോർ വൈഡ്ലി യൂസ്ഡ് എസ്പെഷ്യലി ഇൻ ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ്, while ലഗ്രാഞ്ച് ബ്രാക്കറ്റ്സ് ആർ ലെസ് കോമൺ. ലഗ്രാഞ്ച് ബ്രാക്കറ്റ് ഇത് അത്ര കോമൺ അല്ല, ഒരു പൊതുവായ ഉപയോഗം ലഗ്രാഞ്ച് ബ്രാക്കറ്റിന് ഇപ്പോഴില്ല. പോയ്സൺ ബ്രാക്കറ്റ്സ്. വാട്ട് ആർ ദി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് പോയ്സൺ ബ്രാക്കറ്റ്? ദാറ്റ് വി ഹാവ് ആൾറെഡി സീൻ, വി ആർ റിപ്പീറ്റിംഗ് ഇറ്റ് ഹിയർ. Poisson bracket specialities defined using partial derivatives with respect to the generalized coordinates q and their conjugate moment p. Poisson brackets represents the commutator of operators in quantum mechanics.
represents the commutator of operators in quantum mechanics, making them fundamental in connecting classical and quantum mechanics. പൊസിഷൻ ബ്രാക്കറ്റിൻ്റെ പ്രത്യേകത അത് ബ്രിഡ്ജസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. ക്ലാസിക്കൽ മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സും തമ്മിലുള്ള ആ ബന്ധം സ്ഥാപിക്കുന്നത് പോയിസൺ ബ്രാക്കറ്റാണ്. പോയിസൺ ബ്രാക്കറ്റിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞത്. Poisson bracket is also used to define Hamiltonian equations of motion and describe the time evolution of physical quantities. അപ്പോൾ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബെറ്റർ സ്യൂട്ട് അത് ലഗ്രാഞ്ച് ഇക്വേഷനാണ്. കീ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡ് ആൻറ്റിസിമെട്രി, ലിനിയാരിറ്റി ആൻഡ് ജക്കോബി ഐഡൻറ്റിറ്റി. ഈ പോയിസൺ ഇക്വേഷൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആൻറ്റിസിമെട്രി, ലീനിയാരിറ്റി ആൻഡ് ജക്കോബി ഐഡൻറ്റിറ്റിയാണ്. Example, for two functions f qp and gqp are there, the Poisson bracket is, that you know the Poisson bracket definition that you can repeat here. The Poisson bracket is where the summation is overall generalized coordinates and momenta. അപ്പോൾ പോയിസൺ ബ്രാക്കറ്റ് അവിടെ എഴുതി ചേർക്കണം, എന്നിട്ട് പറയണം where you write the Poisson bracket is there, it is missing there. Definition Poisson bracket you write there and you add where the summation is overall generalized coordinates and moment. അപ്പോൾ ഈ പോയിസൺ ബ്രാക്കറ്റിൻ്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ട് നമ്മളെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ട് പറയണം വേർ ദി സമ്മേഷൻ ഈ ഓവറാൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആൻഡ് മൊമെൻറ്റ്. പോയിസൺ ബ്രാക്കറ്റ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെ എക്സാമ്പിൾ താഴെ നിന്ന് കൊടുക്കുക, അത് വിട്ടുപോയതാണ്. ഈ ലഗ്രാഞ്ചി ബ്രാക്കറ്റിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ലഗ്രാഞ്ചി ബ്രാക്കറ്റ്സ്. Lagrange bracket is defined using partial derivatives with respect to a set of parameters, usually time and other constants. ടൈമും മറ്റ് കോൺസ്റ്റൻറ്റുകളും ഉൾപ്പെടെയുള്ള പാരാമീറ്റർ കൊണ്ടാണ് ലഗ്രാഞ്ചി ബ്രാക്കറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കലി യൂസ്ഡ് ഈ ലഗ്രാഞ്ചി ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഈ ലഗ്രാഞ്ചി ബ്രാക്കറ്റ് പ്രധാനമായിട്ടും ലഗ്രാഞ്ചി ഇക്വേഷൻസ് ഓഫ് മോഷൻ അവിടെയാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ഹാവ് ലാർജ്ലി been replaced by Poisson brackets in modern mechanics. മോഡേൺ മെക്കാനിക്സിൽ ലഗ്രാഞ്ചി ബ്രാക്കറ്റിനെ പോയിസൺ ബ്രാക്കറ്റ് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. എവിടെയൊക്കെ ലഗ്രാഞ്ചി ബ്രാക്കറ്റ് വേണ്ടി വരും അവിടങ്ങളിലെല്ലാം പോയിസൺ ബ്രാക്കറ്റ് വളരെ എഫക്റ്റീവായി ഉപയോഗിക്കാം. അപ്പോൾ പോയിസൺ ബ്രാക്കറ്റിനാണ് ഇമ്പോർട്ടൻസ്. ദ ലഗ്രാഞ്ചി ബ്രാക്കറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദി പോയിസൺ മാട്രിക്സ്. പോയിസൺ ബ്രാക്കറ്റിൻ്റെ ഒരു ഇൻവേഴ്സാണ് ലഗ്രാഞ്ചി ബ്രാക്കറ്റ് എന്ന് ഓർക്കുക, വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻസ്. കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻസിൽ ഈ ലഗ്രാഞ്ച് ബ്രാക്കറ്റിന് പ്രാധാന്യം കൂടുതലാണ്. ഇനി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ടു ബ്രാക്കറ്റ്സ്. വാട്ട് ആർ ദ ഡിഫറൻസസ്? കീ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പോയിസൺ ബ്രാക്കറ്റ് ആൻഡ് ലഗ്രാഞ്ച് ബ്രാക്കറ്റ്. വി ഹാവ് കോളം വൈസ് റിട്ടൺ ഹിയർ. ദ ഡിഫറൻസസ് കോളം വൈസ്. ഇപ്പോൾ പോയിസൺ ബ്രാക്കറ്റും ലഗ്രാഞ്ച് ബ്രാക്കറ്റും തമ്മിൽ വ്യത്യാസം കോളം വൈസ് കൂടെ എഴുതിയിരിക്കുകയാണ്, പഠിക്കണം. The first column is feature, second column is about Poisson bracket and the third column is about Lagrange bracket. അപ്പോൾ പോയിസൺ ബ്രാക്കറ്റും ലഗ്രാഞ്ചി ബ്രാക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഡെഫിനിഷൻ എന്താണ്? പോയിസൺ ബ്രാക്കറ്റ് ഡെഫിനിഷൻ: ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു ക്യൂ ആൻഡ് പി. ക്യൂവിൻ്റെ പിയുടെ ഡെറിവേറ്റീവ് ചേർത്തുള്ളൊരു ഇക്വേഷൻ, അതാണ് പോയിസൺ ബ്രാക്കറ്റ്. Derivatives with respect to parameters t, a1, a2. a1, a2 പോലുള്ള പാരാമീറ്റേഴ്സ് വരാം. യു വി ആണല്ലോ വരുന്നത്, അത് a1, a2, t ഒക്കെ വരാവുന്നതാണ്. Used in mechanics. What is the use of Poisson bracket in mechanics and also the use of Lagrange bracket in mechanics? Hamiltonian mechanics, time evolution, quantum mechanics, connection. അപ്പോൾ ഹാമിൽട്ടൺ മെക്കാനിക്സിൽ ടൈം എവല്യൂഷൻ തിയറിയിൽ അതുപോലെ ക്വാണ്ടം മെക്കാനിക്സുമായിട്ടുള്ള കണക്ഷനിൽ എല്ലാം ഈ പോയിസൺ ബ്രാക്കറ്റാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഹിസ്റ്റോറിക്കലി ഈ ലഗ്രാഞ്ച് ഇക്വേഷൻസ് ലെസ് കോമൺ നൗ. ലഗ്രാഞ്ച് ഇക്വേഷനകത്ത് ഈ ലഗ്രാഞ്ച് ബ്രാക്കറ്റ് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ അത് ഇപ്പോൾ അത്ര കോമൺ അല്ല. മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ. Poisson bracket is antisymmetric, linear and satisfies Jacobi identity. Antisymmetric, linear, there is no connection with the Jacobi identity. Next feature is inverse relationship related to the inverse of Poisson matrix. Poisson matrix ആയിട്ട് ഇൻവേഴ്സ് റിലേഷൻ ഉണ്ട്, ഇൻവേഴ്സ് ഓഫ് പോയിസൺ മാട്രിക്സ്. ഇൻ എ സെൻസ്
ഇപ്പോൾ ചുരുക്കി നമ്മൾ പറയാം, ഇൻ എ സെൻസ് പോയിസൺ ബ്രാക്കറ്റ്സ് ആർ മോർ സെൻട്രൽ ടു ദി മോഡേൺ ഫോർമുലേഷൻ ഓഫ് മെക്കാനിക്സ്. മെക്കാനിക്സിൻ്റെ ആധുനിക തിയറിയിൽ പോയിസൺ ബ്രാക്കറ്റിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, എസ്പെഷ്യലി ഇൻ ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ്. അപ്പോൾ ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ് പോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പോയിസൺ ബ്രാക്കറ്റാണ് ഉപയോഗിക്കുന്നത്. വൈൽ ലഗ്രാഞ്ചി ബ്രാക്കറ്റ്സ് ദോ ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻറ്റ്, ചരിത്രപരമായിട്ട് അതിന് പ്രാധാന്യമുണ്ട്. ലഗ്രാഞ്ചി ബ്രാക്കറ്റ്സ് ദോ ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻറ്റ് ആർ ലെസ് ഫ്രീക്വൻ്റ്ലി എൻകൗണ്ടേർഡ് ഇൻ കണ്ടംപററി ഫിസിക്സ്. കണ്ടംപററി മെക്കാനിക്സിൽ ലഗ്രാഞ്ചി ബ്രാക്കറ്റ് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫൈൻ ലഗ്രാഞ്ചി ബ്രാക്കറ്റ്. ഷോർട്ട് ആൻസർ ആയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പയർ ബിറ്റ്വീൻ പോയിസൺ ആൻഡ് ലഗ്രാഞ്ചി ബ്രാക്കറ്റ്സ്. That is all with this class number 21. Thank you very much. We continue.